നമസ്കാരം. മാധ്യമം പ്രധാന വാർത്തകൾ. എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ പാണ്ഡ്യാലമുക്കിലെ വീട്ടിൽ ED പരിശോധന. ED പരിശോധനയ്ക്കെത്തിയത് 10 ഇടങ്ങളിൽ ഒരേ സമയത്ത്. മാഹിയുടെ ഭാഗമായ പന്തക്കലിൽ നിന്ന് കേരളത്തിലേക്ക് അനധികൃതമായി ഡീസൽ കടത്തുകയറുന്ന 2 ടാങ്കർ ലോറികൾ മാഹി പോലീസ് പിടികൂടി. ലോറികൾ പിടികൂടിയത് മാഹി കോസ്റ്റൽ ഇൻസ്പെക്ടർ ആടലരസന്റെ നേതൃത്വത്തിൽ. കോവിഡിന് ശേഷം യാത്രക്കാർ നേർപകുതിയായി കുറഞ്ഞതോടെ സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തിൽ വൻതോതിൽ കുറവും നിത്യച്ചെലവ് ഇരട്ടിയുമായി വർദ്ധിച്ചുവെന്ന് സ്വകാര്യ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. അടുത്ത മാസം 15 മുതൽ സ്ത്രീ യാത്രക്കാർക്ക് KSRTCയിൽ സൗജന്യ യാത്ര കൂടി അനുവദിക്കുന്നതോടെ സ്വകാര്യ ബസ് മേഖല സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിടുമെന്നും അസോസിയേഷൻ. മുസ്ലിം മതവിശ്വാസികൾ വ്യാഴാഴ്ച ബലിപെരുന്നാൾ ആഘോഷിക്കും. ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പെരുന്നാളിനോടനുബന്ധിച്ച് പെരുന്നാൾ കിറ്റ് വിതരണം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ പാണ്ഡ്യാലമുക്കിലെ വീട്ടിൽ ED പരിശോധന നടത്തി. ബുധനാഴ്ച രാവിലെ 8:30 ആരംഭിച്ച പരിശോധന ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് പൂർത്തിയായത്. ED സംഘത്തിനെതിരെ CPM പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് അല്പനേരം സംഘർഷത്തിനിടയാക്കി. 10 സ്ഥലങ്ങളിലാണ് ഒരേ സമയം ED പരിശോധന നടത്തിയത്. EDയുടെ പരിശോധന നടക്കുന്ന വിവരമറിഞ്ഞ് ആദ്യം സമീപവാസികൾ പിണറായിയിലെ വീടിന് മുന്നിലേക്ക് കുതിച്ചെത്തി. ഇതിനു പിന്നാലെ 100 കണക്കിന് CPM പ്രവർത്തകർ വീടിന് മുന്നിൽ തടിച്ചുകൂടി മുദ്രാവാക്യം വിളിച്ചു. ആരട ഈ ED ഇറങ്ങിവാട തെമ്മാടികളെ തുടങ്ങിയ മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രതിഷേധം. നേതാക്കൾ വീടിനു മുന്നിൽ പ്രതിഷേധിച്ച് സംസാരിക്കുകയും ചെയ്തു. ഈ റെയ്ഡ് BJPയും കോൺഗ്രസും ചേർന്നിട്ടുള്ള ഒരു സംയുക്ത ഓപ്പറേഷന്റെ തുടക്കമാണ്. കാരണം രാഹുൽ ഗാന്ധി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നപ്പോൾ അദ്ദേഹം പരസ്യമായി ചോദിച്ച ചോദ്യമുണ്ട്, എന്താണ് പിണറായി അറസ്റ്റ് ചെയ്യാത്തത്? അപ്പോൾ ബംഗാളിലും ത്രിപുരയിലും CPMനെ തകർക്കാനുള്ള പദ്ധതി സംഘപരിവാരം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ്. അതിന്റെ തുടർച്ചയായി നരേന്ദ്രമോദി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, സാംസ്കാരിക മാർക്സിസത്തെ ഉന്മൂലനം ചെയ്യണം. അപ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് CPMനെയും ഇടതുപക്ഷത്തെയും തകർക്കാനുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണമാണ് നടന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് മോദിയും മേനോൻ സതീശനും തമ്മിലുള്ള കൂടിയാലോചന നടന്നത്.
കൂടിക്കാഴ്ച നടന്നല്ലോ. അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം പിണറായിയുടെ വീട്ടിൽ റെയ്ഡ്, തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡ്, അതുപോലെ റിയാസിൻ്റെ വീട്ടിൽ റെയ്ഡ്. ഇത് കൃത്യമായിട്ടൊരു പ്ലാനിങ്ങാണ്, ഒരു ഗ്രാൻഡ് ഡിസൈൻ. അത് സമൂഹം തിരിച്ചറിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് നിൽക്കുന്നുണ്ട്. ആ കേസിൽ വിധി പറയുന്നതിന് മുമ്പേ ആ പരിഗണനയിൽ പറഞ്ഞ ജഡ്ജിയെ മാറ്റി ഇപ്പോൾ പുതിയ ബെഞ്ചിന്റെ പരിഗണനയിലാണ്. ആ വിധി പറയുന്നതിന് മുമ്പേ കേരള ഹൈക്കോടതിയിൽ നിന്ന് അന്വേഷണത്തിന് അനുമതി വാങ്ങിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ അന്വേഷണ നടപടികൾ. കഴിഞ്ഞ കുറേ കാലമായി പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് സഖാവ് പിണറായിക്കെതിരെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കിട്ടുമോ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടി അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ED സാധാരണ ചെയ്യാറുള്ള തിരക്കഥ തയ്യാറാക്കി അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി കഴിയുമോ എന്ന് കുറെ കാലമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള സഖാവ് പിണറായി വിജയനെ കള്ളക്കേസിൽ കുടുക്കി, അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കള്ളക്കേസിൽ കുടുക്കി, അതുവഴി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ഡിസൈനാണ് നരേന്ദ്രമോദിയും കൂട്ടരും തയ്യാറാക്കിയിട്ടുള്ളത്. VD മോഡി കൂട്ടുകെട്ടാണ് പരിശോധനയ്ക്ക് പിന്നിലെന്ന് ബാനർ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിച്ച EDയെ പ്രവർത്തകർ കൂകി വിളിച്ചു. പിണറായി വിജയന്റെ വീടിന്റെ കെയർ ടേക്കർ നാണുവിന് പരിശോധനയിൽ ഒരു രേഖയും ലഭിച്ചില്ലെന്ന് എഴുതി നൽകിയ ശേഷമാണ് EDയെ പോകാൻ നേതാക്കളും പ്രവർത്തകരും അനുവദിച്ചത്. സംഘർഷം കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമായിരുന്നു സ്ഥലത്ത്. CPM നേതാക്കളായ EP ജയരാജൻ, KK ശൈലജ, MV ജയരാജൻ, PK ശ്രീമതി, KK രാഗേഷ്, P ജയരാജൻ, ശിവദാസൻ MP, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായിയുടെ പാണ്ഡ്യാലമുക്കിലെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയെ തുടർന്ന് പ്രദേശം മണിക്കൂറുകളോളം പ്രതിഷേധക്കളമായി മാറി. രാവിലെ ആരംഭിച്ച പരിശോധന അവസാനിക്കും വരെ നൂറുകണക്കിന് CPM പ്രവർത്തകരും അനുഭാവികളും വീടിന് മുന്നിൽ തമ്പടിച്ച് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. EDക്കെതിരെയും മുഖ്യമന്ത്രി VD സതീശനെതിരെയും മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയതോടെ പ്രദേശത്ത് കടുത്ത രാഷ്ട്രീയ സംഘർഷാവസ്ഥയായിരുന്നു. രാവിലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകർ പാണ്ഡ്യാലമുക്കിലേക്ക് ഒഴുകിയെത്തി. മോദി VD കൂട്ടുകെട്ടാരോപിച്ച് ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തിയായിരുന്നു പ്രതിഷേധം. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പ്രതികാരത്തിനായി ഉപയോഗിക്കുകയാണെന്ന് ആരോപിച്ച പ്രവർത്തകർ പരിശോധനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. വീടിന് മുന്നിലും സമീപ റോഡുകളിലും പ്രവർത്തകർ നിലയുറപ്പിച്ചതോടെ പ്രദേശത്ത് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. ഉച്ചയ്ക്ക് 2 മണിയോടെ ED ഉദ്യോഗസ്ഥരുടെ പരിശോധന അവസാനിപ്പിച്ചെങ്കിലും വീടിന് മുന്നിൽ പ്രവർത്തകർ തമ്പടിച്ചിരുന്നതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർക്ക് ഉടൻ ഇറങ്ങിപ്പോകാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായി. പിന്നീട് യാതൊരു രേഖകളും കണ്ടെത്തിയില്ലെന്ന കുറിപ്പ് തയ്യാറാക്കി നൽകിയ ശേഷമാണ് ഉദ്യോഗസ്ഥർക്ക് മടങ്ങാനായത്. ഇതിനിടെ പ്രവർത്തകരുടെ പ്രതിഷേധം ശക്തമായതോടെ സംഘർഷ സാധ്യതയും ഉയർന്നിരുന്നു. സ്ഥിതിഗതികൾ വഷളാകാതിരിക്കാൻ CPM സംസ്ഥാന നേതാക്കളും ജില്ലാ നേതൃത്വവും ഇടപെട്ടു. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, MV ജയരാജൻ, P ജയരാജൻ, P സന്തോഷ് കുമാർ MP അടക്കമുള്ള നേതാക്കൾ സ്ഥലത്തെത്തി പ്രവർത്തകരോട് സമാധാനം പാലിക്കാനും അച്ചടക്കത്തോടെ പ്രതിഷേധിക്കാനുമാണ് നിർദ്ദേശിച്ചത്. പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ തോതിൽ വാക്കുതർക്കമുണ്ടായെങ്കിലും നേതാക്കളുടെ ഇടപെടലിനെ തുടർന്ന് വലിയ സംഘർഷം ഒഴിവായി. പരിശോധന BJP കോൺഗ്രസ് സംയുക്ത രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണെന്ന് CPM നേതാക്കൾ ആരോപിച്ചു. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിടുകയാണെന്നും നേതാക്കൾ വിമർശിച്ചു. പരിശോധന അവസാനിച്ചതിന് ശേഷം വീടിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പിണറായി ടൗണിൽ സമാപിച്ചു. മുദ്രാവാക്യങ്ങളോടും ബാനറുകളോടും കൂടിയ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു. മാഹിയുടെ ഭാഗമായ പന്തക്കലിൽ നിന്ന് കേരളത്തിലേക്ക് അനധികൃതമായി ഡീസൽ കടത്തുകയായിരുന്ന 2 ടാങ്കർ ലോറികൾ മാഹി പോലീസ് പിടികൂടി. മാഹി കോസ്റ്റൽ ഇൻസ്പെക്ടർ ആടലരസന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാത്രി നടത്തിയ പരിശോധനയിലാണ് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തത്. PY03B 5136,
KL 49A7707 എന്നീ രജിസ്ട്രേഷൻ നമ്പറുകളിലുള്ള ടാങ്കർ ലോറികളാണ് പിടിയിലായത്. വാഹനങ്ങളിൽ വൻതോതിൽ ഡീസൽ കടത്തുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പിടികൂടിയ വാഹനങ്ങൾ കൂടുതൽ പരിശോധനകൾക്കായി സ്റ്റേഷന് സമീപത്തേക്ക് മാറ്റി. സംഭവത്തിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. മാഹിയിൽ നിന്ന് കേരളത്തിലേക്ക് രാത്രികാലങ്ങളിൽ ഇന്ധനക്കടത്ത് വ്യാപകമാണെന്ന ആക്ഷേപം ഏറെ നാളുകളായി ഉയരുന്നുണ്ട്. മാഹിയിലും കേരളത്തിലും ഇന്ധന നികുതിയിൽ നിലനിൽക്കുന്ന വലിയ വ്യത്യാസമാണ് ഇത്തരം അനധികൃത കടത്തിനു പിന്നിലെ പ്രധാന കാരണം. കുറഞ്ഞ നിരക്കിൽ മാഹിയിൽ നിന്ന് ഇന്ധനം വാങ്ങി കേരളത്തിലെത്തിച്ച് വിൽക്കുന്നതിലൂടെ കടത്തുകാർക്ക് വലിയ ലാഭമാണ് ലഭിക്കുന്നത്. നിയമപ്രകാരം ടാങ്കറുകളിൽ ഇന്ധനം നിറച്ച് ഇത്തരം രീതിയിൽ സംസ്ഥാന അതിർത്തി കടത്തിക്കൊണ്ടുപോകുന്നത് നിയന്ത്രണ വിധേയമല്ലെങ്കിലും പലപ്പോഴും അത് കർശനമായി പാലിക്കപ്പെടുന്നില്ലെന്ന വിമർശനവും ശക്തമാണ്. ഇതിനു മുൻപും സമാനമായ രീതിയിൽ ഡീസൽ കടത്തുന്ന നിരവധി വാഹനങ്ങൾ മാഹി പോലീസ് പിടികൂടിയിട്ടുണ്ട്. എന്നിട്ടും കടത്ത് പൂർണ്ണമായും തടയാൻ സാധിക്കാത്തത് അധികാരികൾക്ക് വെല്ലുവിളിയായി മാറുകയാണ്. കേരളത്തിൽ നിന്നുള്ള സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ദിവസേന മാഹിയിലെത്തി ഇന്ധനം നിറയ്ക്കുന്നതും പതിവ് കാഴ്ചയാണ്. ഇത് കാരണം കേരള സർക്കാരിന് നികുതി ഇനത്തിൽ വൻ നഷ്ടമാണ് ഉണ്ടാകുന്നത്. വർഷം തോറും കോടിക്കണക്കിന് രൂപയുടെ വരുമാന നഷ്ടമാണ് സംഭവിക്കുന്നതെന്നാണ് ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നത്. അതേസമയം കേരള പോലീസിന്റെ ഭാഗത്തുനിന്നും ശക്തമായ പരിശോധനകളും നടപടികളും ഉണ്ടാകാത്തത് കടത്തുകാർക്ക് കൂടുതൽ സൗകര്യമാകുന്നുവെന്ന ആരോപണവും ഉയരുന്നുണ്ട്. കോവിഡിന് ശേഷം യാത്രക്കാർ നേർപകുതിയായി കുറഞ്ഞതോടെ സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തിൽ വൻതോതിൽ കുറവും നിത്യച്ചെലവ് ഇരട്ടിയുമായി വർദ്ധിച്ചുവെന്ന് സ്വകാര്യ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. അടുത്ത മാസം 15 മുതൽ സ്ത്രീ യാത്രക്കാർക്ക് KSRTCയിൽ സൗജന്യ യാത്ര കൂടി അനുവദിക്കുന്നതോടെ സ്വകാര്യ ബസ് മേഖല സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിടുമെന്നും സ്വകാര്യ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ തലശ്ശേരിയിൽ പറഞ്ഞു. പ്രതിസന്ധിക്കിടയിലും ഏറെ പ്രയാസപ്പെട്ട് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിവരുന്നതിനിടയിലാണ് ഇപ്പോൾ ഡീസൽ വിലയിൽ ലിറ്ററിന് 8 രൂപ വർദ്ധിച്ചത്. ഇതോടെ ചെലവുകൾ വീണ്ടും കൂടി. അടുത്ത മാസം 15 മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചതിനാൽ സ്ത്രീ യാത്രക്കാർ സ്വകാര്യ ബസ്സുകളെ ഉപേക്ഷിക്കും. യാത്രക്കാരിൽ പകുതിയിലേറെ വരുന്ന സ്ത്രീകൾ കൂടി വഴിമാറുന്നതോടെ വരുമാനം തീർത്തും കുറയും. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സ്വകാര്യ ബസ്സുകളെ സർക്കാർ സഹായിച്ചില്ലെങ്കിൽ മുന്നോട്ടു പോകാനാകില്ലെന്ന് തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. എന്നും ഈ പ്രൈവറ്റ് ബസ് വ്യവസായം പ്രതിസന്ധിയിലാണെന്ന് ഇരിക്കെ ഇപ്പോൾ ആ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിക്കൊണ്ട് ഈ ഒരാഴ്ചക്ക് ഉള്ളിലുണ്ടായ ഡീസലിൻ്റെ വില വർധനവ് ലിറ്ററിന് 8 രൂപ. അതോടൊപ്പം തന്നെ അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യം ഏർപ്പെടുത്തുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം എങ്ങനെ ബാധിക്കും എന്നുള്ളതെ സംബന്ധിച്ചിട്ട് ഒന്ന് പറയാൻ വേണ്ടിയാണ്. കാരണം കോവിഡിന് ശേഷവും ഈ വ്യവസായം വളരെ പരിതാപകരമായിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡിന് ശേഷം ഞങ്ങളുടെ യാത്രക്കാർ നേരെ പകുതിയായിട്ട് കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ട് നമ്മുടെ വരുമാനത്തിൽ കാരണം കുറവ് വരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോഴും പെട്ടെന്ന് 8 രൂപ ഒരു ഡീസലിന് 1 ലിറ്റർ ഡീസലിൻ്റെ വില വർധന ഉണ്ടായത്. അത് 8 രൂപയിൽ നിൽക്കില്ല, ഇനി എവിടെ എത്തി നിൽക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും 100 ലിറ്റർ ഡീസൽ അടിച്ചും കൊണ്ട് സർവീസ് നടത്തുന്ന ഒരു ബസ്സിന് അതിൻ്റെ പേരിൽ മാത്രം വന്നിട്ട് 800 രൂപ പ്രതിദിനം വർധനവാണ് ചിലവിലുണ്ടാകുന്നത്. അപ്പോൾ ചിലവിന് ആനുപാതികമായിട്ടുള്ള വർധനവ് നമ്മളെ വരുമാനത്തിൽ ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ വ്യവസായം മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ സൗജന്യ യാത്ര വരുമ്പോൾ കേരളത്തിലെ യാത്രക്കാരിലെ ഏകദേശം 60% സ്ത്രീകളാണ്. അപ്പോൾ ആ സ്ത്രീകളൊക്കെ തന്നെ KSRTCയിൽ യാത്ര ചെയ്യുകയും സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ യാത്രക്കാരിൽ ഒരു വലിയ കുറവുണ്ടാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോഴ് വന്ന UDF സർക്കാരിൻ്റെ മുന്നിൽ ഞങ്ങൾ നിവേദനങ്ങളും ഞങ്ങളുടെ ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അതേതായി കഴിഞ്ഞാലും പഠിക്കട്ടെ. ഇത് നടപ്പിലാക്കുമ്പോൾ ഞങ്ങൾ അതിനെ സംബന്ധിച്ചിട്ട് പറയാം, നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തതിനു ശേഷമേ നടപ്പിലാക്കൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സ്വകാര്യ ബസ്സുകൾ നേരിടുന്ന പ്രയാസങ്ങൾ അന്വേഷിച്ച 3 കമ്മീഷനുകൾ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ തന്നെ സർക്കാരിന്റെ പക്കലുണ്ട്. ഇതിൽ വിദ്യാർത്ഥികളുടെ കൺസെഷൻ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശവുമുണ്ട്. കഴിഞ്ഞ 14 വർഷങ്ങളായി വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്കിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല.
ഈ കാര്യവും പരിഗണിക്കണമെന്ന് ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി. LKG മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ ക്ലാസുകളിലേക്കും സീറ്റുകളുടെ ലഭ്യതയനുസരിച്ച് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രവേശനം, പരിചയസമ്പന്നരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം സൗകര്യം, സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി ആൻഡ് ലൈബ്രറി, ഗതാഗത സൗകര്യം, ലേണിംഗ്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ, ശുചിത്വമുള്ള ക്യാമ്പസ്, രക്ഷിതാവ് അധ്യാപക ആശയവിനിമയത്തിനായി സ്കൂൾ ആപ്പ്, ഹയർ സെക്കൻഡറി കോഴ്സ്, ബയോസയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കൊമേഴ്സ്. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി, മൗണ്ട് വേര, ചാലക്കര, ന്യൂ മാഹി. 04902333 9447 227626. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ: BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA ഇംഗ്ലീഷ്, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, പാനൂർ. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായി ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സൊസൈറ്റിക്ക് കീഴിൽ പാനൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നും, കൂടാതെ കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നുമാണ് സിൽപോളിൻ കമ്പനിയുടെ ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റി പ്രസിഡന്റ് K. രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അളവുകളിലും ഗുണനിലവാരത്തിലുമുള്ള ടാർപോളിനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഏറ്റവും മിതമായ നിരക്കിൽ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, ചമ്പാട് റോഡ്, പാനൂർ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, കല്ലിക്കണ്ടി റോഡ്, കടവത്തൂർ. ഫോൺ 8138061188 965-681-3834 859-031-2944. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ P. രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, അൾട്രാ മോഡേൺ എക്സ്റേ ഫെസിലിറ്റീസ്, വെൽ എക്യുപ്ഡ് അൾട്രാ മോഡേൺ മെഷീനറീസ്, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്.
ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ മേക്കുന്ന്, തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. മറ്റു വാർത്തകളിലേക്ക്. പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവിനെതിരെയും നീറ്റ് CBSE പരീക്ഷാ തട്ടിപ്പിനെതിരെയും കോൺഗ്രസിന്റെ വിവിധ മണ്ഡലം കമ്മിറ്റികൾ തലശ്ശേരിയിൽ പ്രതിഷേധ ജാഥകൾ നടത്തി. നേതാക്കളും പ്രവർത്തകരുമടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. തിരുവങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ഞോടിയിൽ നിന്ന് ആരംഭിച്ച ജാഥ കിഴന്തിമുക്ക് തിരുവങ്ങാട് സത്രം വഴി മഞ്ഞോടിയിൽ സമാപിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് CT സജിത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് K രമേശൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ A ഷർമിള, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് E വിജയകൃഷ്ണൻ, ബ്ലോക്ക് സെക്രട്ടറിമാരായ BN പങ്കജാക്ഷൻ, K ജിതേഷ്, KC ജയപ്രകാശൻ മാസ്റ്റർ, K ചന്ദ്രമോഹനൻ, KP രഞ്ജിത്ത്, ശിവദാസ് മാറോളി തുടങ്ങിയവർ നേതൃത്വം നൽകി. കോടിയേരി, ബാറാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ മാടപ്പീടിക ഗുംട്ടിയിൽ പ്രതിഷേധ ജാഥയും യോഗവും നടത്തി. DCC ജനറൽ സെക്രട്ടറി VC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. CP പ്രസിൽ ബാബു അധ്യക്ഷത വഹിച്ചു. സന്ദീപ് കോടിയേരി, P ദിനേശൻ, P ചന്ദ്രൻ, C ഗംഗാധരൻ, PM കനകരാജൻ, VK സുചിത്ര, M ഷീബ, CK സ്വപ്ന തുടങ്ങിയവർ സംസാരിച്ചു. E അജേഷ്, BU സുകുമാരൻ, ജയശ്രീ, കനകരാജ്, P രാഗിണി തുടങ്ങിയവർ നേതൃത്വം നൽകി. സായുധ സേനയിലെ വിവിധ തൊഴിലവസരങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായി ഇഗ്നൈറ്റ് 26 എന്ന പേരിൽ ചുക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. 200ഓളം കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു. 6 കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ വികാസ് ജെയിൻ ഉദ്ഘാടനം ചെയ്തു. I'm very happy to see that the parents have also come to attend this session. It happens very rarely that the parents are also interested and they also come and listen to what is being told about how to join the armed forces. So I'm very glad to see that. How many children are there who are now studying in 11th and 12th standard? How many of you are there who are here? I can see some students in these civil dress. So you all are from which standard? +1. And here? 12th. Alright. And were you part of NCC earlier or not part of NCC? Part of NCC. What about you people here? No. Good. So it's a good thing that you all have come here to attend this session. First and foremost,
it's a very different feeling to join the armed forces. It's one of a kind of a decision which I am sure if you make it in your life to join the armed forces, you will not regret it. It is going to be a thorough, great service throughout your life. It is, I have completed my 25 years of service in army, and I have been thoroughly enjoying my work, my responsibilities, and you get a lot of pride when you wear the uniform and do various tasks. This is my first NCC tenure, and I'm very glad, to interact with children. This is the first time it is happening to me that I'm able to connect with the youth. Earlier I was doing my job, what was there in the army, but the NCC is now giving me an opportunity to talk to students and the NCC cadets. So that's a great thing. By being in army, you get the opportunity to cover the length and breadth of the country. ലഫ്റ്റനന്റ് ദിനിൽ ധനജയൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പ്രധാനാധ്യാപിക എൻ സ്മിത അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി എ രജീഷ്, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ടി പി ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ NCC ഓഫീസർ ടി പി രാവിദ് സ്വാഗതവും സർജന്റ് മേജർ അമുതലക്ഷ്മി നന്ദിയും പറഞ്ഞു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി 200ഓളം കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു. സായുധ സേനയെക്കുറിച്ചും തൊഴിൽ സാധ്യതകളെക്കുറിച്ചും അവബോധം ലഭിക്കുന്നതിന് ക്ലാസ് വളരെയധികം പ്രയോജനപ്പെട്ടുവെന്ന് രക്ഷിതാക്കളും കുട്ടികളും അഭിപ്രായപ്പെട്ടു. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിന് സമീപത്തെ റോഡിലെ മരക്കൊമ്പുകൾ കോർപ്പറേഷൻ അധികാരികൾ മുറിച്ചുമാറ്റി. കാലവർഷം അടുത്തുവരുന്ന സാഹചര്യത്തിൽ മഴക്കാലത്ത് മരക്കൊമ്പുകൾ അപകട ഭീഷണിയാണെന്ന കണക്കുകൂട്ടലിലാണ് മരക്കൊമ്പുകൾ മുറിച്ചുമാറ്റിയത്. മരക്കൊമ്പുകൾ വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കോർപ്പറേഷൻ അധികാരികളുടെ വിലയിരുത്തൽ. അതേസമയം റോഡരികിലെ തണൽ മരങ്ങൾ മുറിച്ചു മാറ്റിയതിനെതിരെ പ്രകൃതി സ്നേഹികളിൽ നിന്ന് വിമർശനം ഉയർന്നു വരുന്നുണ്ട്. നഗരത്തിലെ പച്ചപ്പ് നശിപ്പിക്കാൻ പാടില്ലാത്തതാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. കാലവർഷം അടുത്തുവരുന്ന സാഹചര്യത്തിൽ മഴക്കാലത്ത് മരക്കൊമ്പുകൾ അപകട ഭീഷണിയാണെന്ന കണക്കുകൂട്ടലിലാണ് മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റിയത്. 2025-26 വർഷത്തെ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ തലശ്ശേരി നഗരസഭാ പരിധിയിലെ സ്ഥിര താമസക്കാരായ വിദ്യാർത്ഥികളെ നഗരസഭ ആദരിക്കും. അർഹരായ വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി, അഡ്രസ്സ്, ഫോട്ടോ, ഫോൺ നമ്പർ, പഠിച്ച വിദ്യാലയത്തിന്റെ പേര് എന്നിവ സഹിതം തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുൻപായി നഗരസഭാ ഓഫീസിൽ ഏൽപ്പിക്കേണ്ടതാണെന്ന് തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ അറിയിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. അമൃത വിദ്യാലയം പുന്നോൾ തലശ്ശേരി, leading CBSE institution in Kannur district. Daily meditation and strong value-based assemblies. Secure student transport with 20 well-managed bus routes. Well-equipped lab for physics, chemistry, biology, maths and computer science. Adult tinkering lab fostering innovation through robotics, 3D printing and CNC machines. Enriched co-curricular learning, music, dance, keyboard, guitar, taekwondo, chess, football and table tennis. Yoga for holistic physical and mental wellness. Cheerful KG, activity and playrooms. Well-stocked library with 8,000+ books. Digital, student-focused classrooms. Fully equipped basketball and badminton courts. Hygienic, pure vegetarian canteen. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും.
ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് അർഹരായ കുടുംബങ്ങൾക്കായുള്ള പെരുന്നാൾ കിറ്റ് വിതരണം നടന്നു. CV സുലൈമാൻ ഹാജി കോൺഫറൻസ് ഹാളിലാണ് പരിപാടി നടന്നത്. സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് VP അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. സമുദായം കുറേ പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ട് അറിയാം. കുറേ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഡിസ്കസ് ചെയ്യണം. അതൊക്കെ സംസാരിക്കാണ്ടോ പറയാതെയോ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലൊക്കെ ഇൻവോൾവ് ചെയ്യാം. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മൾ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇടപെടണം. ഇതിൽ പല സ്കീമുകളുണ്ട്. അതായത് ഇപ്പം ഭാഗ്യത്തിന് ഫിഷറീസ് ഡയറക്ടർ, നമ്മുടെ വഖഫ് ഓഫീസറാണ് ഫിഷറീസ് ഡയറക്ടർ. ഈ സ്ഥാനങ്ങൾ ഉപയോഗിച്ച് കാര്യങ്ങൾ നേടാൻ നോക്കണം. ട്രസ്റ്റ് ചെയർമാൻ MP അഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. മുഖ്യരക്ഷാധികാരി P യൂസഫ് മുഖ്യ പ്രഭാഷണം നടത്തി. PTK റഷീദ്, AV ഇസ്മയിൽ, വഹാബ് പാറാൽ, അയൂബ് പന്തക്കൽ, സമീർ വളവിൽ, ഷൗക്കത്ത് STU, ഷഫീഖ്, ദുബായ് മാഹി KMCC പ്രതിനിധി ഷംസീർ പന്തക്കൽ, ഷമീൽ കാസിം എന്നിവർ സംസാരിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി EK ഹാഷിം മൗലവി സ്വാഗതവും ഇസ്മയിൽ ചങ്ങരോത്ത് നന്ദിയും പറഞ്ഞു. AV സലാം, ബദറുദ്ദീൻ പള്ളൂർ, CP സമീർ, റിംഷാദ് പോഴിത്തല എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ബോസ് കെയർ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് ചിറക്കരയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. മെയ് 31 മുതലാണ് ബോസ് കെയർ പ്രവർത്തനം ആരംഭിക്കുന്നത്. വിപുലമായ സൗകര്യങ്ങളോടും പരിചയസമ്പന്നരായ ജീവനക്കാരുടെയും മേൽനോട്ടത്തിലാണ് ബോസ് കെയർ ചിറക്കരയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഡിജിറ്റൽ എക്സ്റേ, ഫുള്ളി ഓട്ടോമേറ്റഡ് ലബോറട്ടറി, ഫാർമസി, കാഷ്വാലിറ്റി, സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ, ഫിസിയോതെറാപ്പി, ഹോം കെയർ സർവീസസ് തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ചിറക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്താണ് ബോസ് കെയർ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്. കോൺടാക്ട് നമ്പേഴ്സ് 9395 500400, 0490 299 2067. സുഗന്ധലോകത്ത് പുതുമകളുമായി KC ഗ്രൂപ്പിന്റെ ഡിസോൾ പെർഫ്യൂംസ് തലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സെയ്താർപള്ളി JT റോഡിൽ ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം വിവിധ മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നടന്നു. പെർഫ്യൂം പ്രേമികൾക്ക് അന്തർദേശീയ നിലവാരത്തിലുള്ള ആഡംബരത്തിന്റെ സുഗന്ധം അനുഭവിക്കാനുള്ള പുതിയ അധ്യായമാണ് തലശ്ശേരിയിൽ ആരംഭിച്ചിരിക്കുന്നത്. അറബിക്, ഫ്രഞ്ച്, പ്രീമിയം ലോങ് ലാസ്റ്റിംഗ് പെർഫ്യൂമുകളുടെ പ്രീമിയം കളക്ഷനുകളും
ഒറിജിനൽ ബ്രാൻഡുകളും പ്രത്യേക ഓഫറുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. KC അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന KC അഹമ്മദിൽ നിന്നും അബ്ദുൽ ബാരി ഏറ്റുവാങ്ങി. സാമൂഹിക വ്യാപാര സാംസ്കാരിക മേഖലകളിലെ നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. തലശ്ശേരിയുടെ വ്യാപാര മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകുന്ന സംരംഭമായിരിക്കും ഡിസോൾ പെർഫ്യൂമെന്ന് ഉദ്ഘാടന ചടങ്ങിനെത്തിയവർ അഭിപ്രായപ്പെട്ടു. പുതിയ തലമുറയുടെ അഭിരുചിക്കനുസരിച്ചുള്ള ആധുനിക സംവിധാനങ്ങളോടെയാണ് ഷോറൂം സജ്ജീകരിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ കോഴിക്കോടും കാസർഗോഡും ഡിസോളിന് ബ്രാഞ്ചുകളുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ പാണ്ഡ്യാലമുക്കിലെ വീട്ടിൽ ED പരിശോധന. ED പരിശോധനയ്ക്കെത്തിയത് 10 ഇടങ്ങളിൽ ഒരേ സമയത്ത്. മാഹിയുടെ ഭാഗമായ പന്തക്കലിൽ നിന്ന് കേരളത്തിലേക്ക് അനധികൃതമായി ഡീസൽ കടത്തുകയറുന്ന 2 ടാങ്കർ ലോറികൾ മാഹി പോലീസ് പിടികൂടി. ലോറികൾ പിടികൂടിയത് മാഹി കോസ്റ്റൽ ഇൻസ്പെക്ടർ ആടലരസന്റെ നേതൃത്വത്തിൽ. കോവിഡിന് ശേഷം യാത്രക്കാർ നേർപകുതിയായി കുറഞ്ഞതോടെ സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തിൽ വൻതോതിൽ കുറവും നിത്യച്ചെലവ് ഇരട്ടിയുമായി വർദ്ധിച്ചുവെന്ന് സ്വകാര്യ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. അടുത്ത മാസം 15 മുതൽ സ്ത്രീ യാത്രക്കാർക്ക് KSRTCയിൽ സൗജന്യ യാത്ര കൂടി അനുവദിക്കുന്നതോടെ സ്വകാര്യ ബസ് മേഖല സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിടുമെന്നും അസോസിയേഷൻ. മുസ്ലിം മതവിശ്വാസികൾ വ്യാഴാഴ്ച ബലിപെരുന്നാൾ ആഘോഷിക്കും. ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പെരുന്നാളിനോടനുബന്ധിച്ച് പെരുന്നാൾ കിറ്റ് വിതരണം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.